നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ദിവസങ്ങളായി സർക്കാരിനെ പിടിച്ചുലച്ച വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിനായി കേരളം കാത്തിരിക്കുകയായിരുന്നു. ദ ഹിന്ദുവിലെ വിവാദ അഭിമുഖം, PR ഏജൻസി, പൂരം കലക്കൽ, ADGP RSS കൂടിക്കാഴ്ച, PV അൻവർ, അങ്ങനെ പല പല വിഷയങ്ങൾ. ADGPക്കെതിരെ നടപടി വേണം എന്ന് ഇടതുമുന്നണിയിൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടും MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? തനിക്കും സർക്കാരിനും PR ഏജൻസി ഇല്ലെന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ താൻ പറയാത്ത ഭാഗം പ്രസിദ്ധീകരിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി പിണറായി വിജയൻ ഇന്ന് നൽകിയിട്ടില്ല. തെറ്റായ വാർത്ത നൽകിയത് ഗൗരവത്തോടെ കാണേണ്ടതില്ല എന്നാണോ മുഖ്യമന്ത്രിയുടെ നിലപാട്? വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുപടികൾ എത്രത്തോളം തൃപ്തികരമാണ്? ഇന്ന് ഈ വിഷയം പരിശോധിക്കുന്നു. ഈ വൈകിട്ട് പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിലെ അഡ്വക്കേറ്റ് അനിൽ ബോസ്, CPIMലെ ശ്രീ VPP മുസ്തഫ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ NP ചെക്കുട്ടി എന്നിവരാണ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ VPP മുസ്തഫ, ഇവിടെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട, അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കിയ നിരവധി വിഷയങ്ങൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലങ്ങളിലും രാഷ്ട്രീയ മണ്ഡലത്തിലും സജീവമായി ചർച്ചയാവുകയാണ്. പ്രധാനപ്പെട്ട പ്രശ്നമായി ഏറ്റവും ഒടുവിൽ വന്നത് മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹം പറയാതെ ദ ഹിന്ദുവിൻ്റെ അഭിമുഖത്തിലെ പരാമർശങ്ങളായി എങ്ങനെ വന്നു എന്നതാണ്. അതിൽ മുഖ്യമന്ത്രി പറയുന്നു, ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഒരിക്കൽ ഒരാൾ കൂടി എന്നോടൊപ്പം ആ അഭിമുഖത്തിൽ ഒരു PR ഏജൻസി ഉണ്ടായിരുന്നു, അതിലൊരാൾ എനിക്ക് അറിയാവുന്ന ആളായിരുന്നു, അദ്ദേഹമാണ്, ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു എന്നറിയില്ല, അദ്ദേഹമാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് പറയുന്നു. അങ്ങനെ മുഖ്യമന്ത്രി പറയാത്ത, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുന്ന, ഒരു നാടിനെ അപകീർത്തിപ്പെടുത്തുന്ന ഈ പരാമർശം സംഭവിച്ചതിൽ എന്തുകൊണ്ടാണ് ഒരു നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ മടിക്കുന്നത്? ആ ചോദ്യത്തിന് ഒരു ഉത്തരം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നൽകാതിരിക്കുന്നത്? ഇതില് ദ ഹിന്ദു പത്രമാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അച്ചടിച്ചു വന്നത്. അതിനെ സംബന്ധിച്ച് അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ദ ഹിന്ദു എഡിറ്റർക്ക് കത്ത് കൊടുത്തു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിന്ദു പത്രം ഏറ്റവും മാന്യമായ പ്രതികരണം നടത്തി. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പോരായ്മ അവർ ഏറ്റുപറഞ്ഞു. മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണ് സംഭവിച്ചത് എന്നുള്ളത് പറഞ്ഞു. അവര് അതിനുള്ള ക്ഷമാപണം നടത്തി. അപ്പൊ മുഖ്യമന്ത്രിയും ഹിന്ദു പത്രവും തമ്മിലുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ പറയാത്ത കാര്യം വന്നതിൽ ഹിന്ദു പത്രം അക്കാര്യത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എങ്ങനെ അത് വന്നു എന്നുള്ളത് ഹിന്ദു പത്രവും ഈ പറയുന്ന ആളുകളും തമ്മിലുള്ള ഇടപെടലിന്റെ പ്രശ്നമാണ്. അവര് മുഖ്യമന്ത്രിയോട് ഇനി പറയണം, താങ്കളുടെ പേരിൽ ഇങ്ങനെ അച്ചടിച്ചു വന്നത് ഇന്ന ആളുകളുടെ ഭാഗത്തു നിന്നാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഈ ഹിന്ദു പത്രത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുകയാണെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള ബാക്കി നിയമ നടപടികളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ദേവകുമാറിന്റെ മകനെ രാഷ്ട്രീയമായി എനിക്കറിയാം, ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നയാളാണ്. അയാൾ ആവശ്യപ്പെട്ടപ്പോൾ അഭിമുഖത്തിന് തയ്യാറായി എന്നേയുള്ളൂ, മറ്റു കാര്യങ്ങൾ അവർ തമ്മിലുള്ളതാണ്, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നത് എങ്ങനെയാണ്? ദ ഹിന്ദു പത്രം വിശദീകരിക്കട്ടെ എന്നതാണ് താങ്കളുടെ വാദമെങ്കിൽ ദ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റർ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് PR ഏജൻസിയുടെ ആവശ്യപ്രകാരം അഭിമുഖത്തിന് തയ്യാറാകുന്നു. 2 PR ഏജൻസിയിലെ 2 പ്രതിനിധികൾ മുഖ്യമന്ത്രിയോടുള്ള അഭിമുഖ സമയത്ത് ഉണ്ടാകുന്നു. അതിലൊരാൾ മുഖ്യമന്ത്രി നേരത്തെ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ വിവാദ ഭാഗം എഴുതി കൊടുക്കുന്നു രേഖാമൂലം. അങ്ങനെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ഇത് ഹിന്ദു പത്രത്തിന്റെ ഉത്തരവാദിത്തമാകുന്നത്? ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് അത് സർക്കാർ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം അല്ലാതായി മാറുന്നത്? മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഈ ചോദ്യം അവിടെ ഉന്നയിക്കപ്പെട്ടതാണ്. താങ്കൾ വായിച്ചതിന്റെ തുടർച്ചയിൽ വായിക്കാൻ പറ്റുമെങ്കിൽ അതിൽ കാണാം. ആ കാര്യം പരിശോധിക്കാം എന്നുള്ളത് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ആ വാചകം അങ്ങനെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് എടുത്തു ചോദിച്ചപ്പോൾ ആ കാര്യം പരിശോധിക്കാം. പക്ഷേ ഇവിടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താ? മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ദേവകുമാറിന്റെ മകനെ ഒരു PR ഏജൻസിയുടെ ആളായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് വേണ്ടി ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരാളായിട്ടോ അല്ല കണ്ടിട്ടുള്ളത്. ദേവകുമാറിന്റെ മകൻ എന്നുള്ള നിലയിലും ചെറുപ്പം മുതലേ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർന്നു പോകുന്നയാളെന്നുള്ള നിലയിലുമുള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ
അദ്ദേഹം വന്ന് മുഖ്യമന്ത്രിയോട് ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം വേണം എന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഡൽഹിയിൽ ആ സമയത്ത് കുറച്ച് സമയം ലഭ്യമായിരുന്നത് കൊണ്ട് ആ അഭിമുഖം അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സമ്മതിച്ചു ശ്രീ വി പി മുസ്തഫ. ആ ഭാഗത്തൊന്നും തന്നെ അവ്യക്തതയില്ല. താങ്കൾ പറഞ്ഞതുപോലെ തുടർന്ന് വായിക്കണമെങ്കിൽ അതിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: അവർ തമ്മിൽ എന്താണ് നടന്നതെന്ന് എനിക്ക് പറയാനാകില്ല. ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം സുബ്രഹ്മണ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി അവിടേക്ക് വന്നു. ലേഖികയുടെ ആളാണെന്നാണ് കരുതിയത്. പിന്നെയാണ് PR ഏജൻസിയുടെ ആളാണ് എന്ന് മനസ്സിലായത്. എനിക്ക് അവരെ പരിചയവും ബന്ധവുമില്ല. ഒരു PR ഏജൻസിയുമായും എനിക്ക് ബന്ധമില്ല. വിവാദമായ വാർത്താക്കുറിപ്പ് നൽകിയെന്ന് പറയപ്പെടുന്ന ഏജൻസിയുമായി എനിക്കോ സർക്കാരിനോ ബന്ധമില്ല. ഞങ്ങൾ ആരും ഏജൻസിയെയും ഇക്കാര്യത്തിന് ചുമതലപ്പെടുത്തിയിട്ടില്ല. മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടനിലയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദു പത്രത്തിന്റെ മാന്യമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കില്ല. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്നാണ് ഹിന്ദു പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്രയും കാര്യമാണ്: ഏജൻസിയുമായി സർക്കാരിന് ബന്ധമില്ല, ഒരു ഏജൻസിയെയും ഈ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നു മാത്രമാണ്. എങ്ങനെ ഈ വിവാദ ഭാഗം വന്നു? ആ വിവാദ ഭാഗം ഈ അഭിമുഖത്തിൽ കടന്നുകൂടിയതിൽ ആരാണ് പ്രതിസ്ഥാനത്തുള്ളത്? അവർക്കെതിരെ എന്ത് അന്വേഷണം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കാത്തത്? ദ ഹിന്ദു പത്രം മാന്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തുവെന്നും എന്നാൽ മാധ്യമങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ എന്നെ ഇടനിലയാക്കരുതെന്നും അദ്ദേഹം പറയുന്നത് ആരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ്? എന്തുകൊണ്ടാണ് ശ്രീ VP മുസ്തഫ അങ്ങനെയാണെങ്കിൽ ഈ ഏജൻസിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത്? സർക്കാർ അതിന് മറുപടി വേണ്ടേ? അല്ല, സർക്കാരും ഏജൻസിയും ഇല്ലല്ലോ. സർക്കാരിന്റെ മുന്നിൽ ഒരു ഏജൻസി ഇല്ല. മുഖ്യമന്ത്രി ഈ ഹിന്ദു പത്രത്തിന് ഈ അഭിമുഖം അനുവദിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഏജൻസി മുഖേനയല്ല. ഏജൻസിയുടെ ആളായിട്ട് ഒരാൾ മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുള്ളത് ദീർഘകാലമായി മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകനായി CPIM-ന്റെ നേതാവായി നിൽക്കുന്നവരാണ്. ആ ചെറുപ്പക്കാരൻ തന്നെ നേരത്തെ SFI മുതൽ ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ആ കാലം മുതൽ മുഖ്യമന്ത്രിക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ അടുപ്പത്തിന്റെ പുറത്ത് അയാൾ വന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഹിന്ദുവിന് താല്പര്യമുണ്ട്, അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിയോട് ആ ചെറുപ്പക്കാരൻ പറയുന്നത്. അല്ലാതെ ഒരു ഏജൻസിക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്നല്ല പറയുന്നത്. ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞതായി മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചിട്ടുള്ളത് കൃത്യമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഹിന്ദു പത്രവും ആ ഏജൻസിയുടെ ആളുകളുമല്ലേ ഇനി കാര്യം വ്യക്തമാക്കേണ്ടത്. ഇനി അവരല്ലേ വ്യക്തമാക്കേണ്ടത്. ഇനി സംസ്ഥാനത്തെ ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുകയല്ല, താങ്കൾ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. ഞാൻ താങ്കൾ പറഞ്ഞ ഭാഗത്തിന് താങ്കൾക്ക് തുടർച്ചയായി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഈ സർക്കാരിനെ, ഈ ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയെ അദ്ദേഹം പറയാത്ത വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ വിവാദമാകുന്ന ഒരു പരാമർശം മൂന്നാമതൊരാൾക്ക് ദ ഹിന്ദു പോലെ ഒരു ദേശീയ ദിനപത്രത്തിൽ അഭിമുഖത്തിന്റെ ഭാഗമായി അച്ചടിച്ച് കയറ്റാമെങ്കിൽ കെൻസൻ എന്ന് പറയുന്ന കേസൻ എന്ന് പറയുന്ന ആ PR ഏജൻസിയും അതിനകത്ത് വന്നു എന്ന് പറയുന്ന ആളുടെയും താല്പര്യം എന്താണ് എന്ന് പരിശോധിക്കേണ്ട സംവിധാനം സർക്കാരിനാണോ അതോ ദ ഹിന്ദു പത്രത്തിനാണോ? നിങ്ങൾ നോക്കൂ, ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്താ? മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്നു. ആ വിവരം ഹിന്ദു പത്രത്തിന്റെ എഡിറ്ററുടെ ശ്രദ്ധയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പെടുത്തുന്നു. ഹിന്ദു പത്രം വളരെ കൃത്യമായി ആ ഭാഗം പിൻവലിക്കുന്നു. അവരതിൽ ക്ഷമാപണം നടത്തുന്നു. അതിനപ്പുറത്ത് മുഖ്യമന്ത്രി വീണ്ടും അതിലെങ്ങനെയാണ് കയറി പിടിക്കുക? സ്വാഭാവികമായിട്ടും തെറ്റായ വിവരം അവർക്ക് കൊടുത്തത്. അവര് ഹിന്ദു പത്രത്തിന്റെ ലേഖികയോ അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിന്റെ സംവിധാനമോ കേരള മുഖ്യമന്ത്രിയുടെ അഭിമുഖം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ടോ? അത് അവരാണ് വ്യക്തമാക്കേണ്ടത്. ഈ പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പരാമർശിച്ചിട്ടുള്ള ചെറുപ്പക്കാരനെ അവർ ചുമതലപ്പെടുത്തിയത് ഒരു ഏജൻസിയുടെ ഭാഗമായിട്ടാണോ? ആ ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെ ഒന്ന് ഏജൻസിയുടെ ഭാഗമായിട്ട് തെറ്റായി കൊടുത്തിട്ടുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ടാകേണ്ടത് ആരുടെ ഭാഗത്ത് നിന്നാ? സാമാന്യ ബുദ്ധിയിൽ പറയൂ. ഇവിടെ മുഖ്യമന്ത്രിയും തന്നെ പറഞ്ഞല്ലോ പരിശോധിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഒരു പരിശോധനയും വേണ്ട എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സാമാന്യ ബുദ്ധിയിൽ ഇനി വരേണ്ടത് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ അങ്ങനെ വന്നതിന് തീർച്ചയായിട്ടും ഹിന്ദു പത്രത്തിന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊടുത്ത കത്തിന് അവർക്ക് രേഖാമൂലം ഒരു മറുപടി കൊടുക്കാം. ആ മറുപടിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ആവശ്യപ്പെടാം. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സംവിധാനം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം വേണം, നമുക്ക് ആലോചിക്കാം.
അതല്ലാതെ ഇപ്പൊ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പൊ ശരിയായ നിലയിൽ നമ്മൾ കാര്യം നോക്കണ്ടേ? ശരി, ഞാൻ വരാം. നമ്മളിങ്ങനെ ഈ ഗോൾ പോസ്റ്റ് മാറ്റി മാറ്റി പിടിക്കല്ലേ ഗോപികൃഷ്ണ? അല്ല ശ്രീ വി പി മുസ്തഫ, നമ്മളിങ്ങനെ നിങ്ങള് മുഖ്യമന്ത്രി അത് കാര്യം നോക്കൂ ശ്രീ വി പി മുസ്തഫ, അതായത് ഇത്തരത്തിലുള്ള വിവാദമായ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും അദ്ദേഹത്തിന്റെ വിശദീകരണവും വ്യക്തമാക്കലും ഒക്കെ ആവശ്യമാകുന്ന ഘട്ടത്തിൽ അത് മാധ്യമങ്ങൾ ചർച്ചയാക്കുകയോ ആ വിഷയം ഉന്നയിക്കുകയോ ചെയ്യുമ്പോൾ മാധ്യമങ്ങളെ ശത്രുപക്ഷത്തും പ്രതിസ്ഥാനത്തും നിർത്തി വിചാരണ ചെയ്യുന്നത് ശരിയല്ലല്ലോ ശ്രീ വി പി മുസ്തഫ. ഞാൻ അതാണ് പറഞ്ഞത്, അദ്ദേഹം ക്ലാരിഫൈ ചെയ്യേണ്ട, ഞാൻ പറഞ്ഞത് ഇതൊരു തർക്കമല്ല, നമ്മൾ തമ്മിൽ നടത്തുന്ന ഒരു വടംവലിയല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യേണ്ടുന്ന ഭാഗത്ത് അവ്യക്തതകൾക്ക് ഇടം നൽകിക്കൊണ്ട് അർദ്ധവിരാമങ്ങളിൽ അദ്ദേഹം കാര്യങ്ങൾ നിർത്തുന്നത് എന്തിനാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഞാൻ താങ്കളിലേക്ക് വരാം, താങ്കൾക്ക് വിശദീകരിക്കാനുള്ള സമയവും ഞാൻ തരാം. നമ്മളോടൊപ്പം ഇപ്പോൾ ശ്രീ എൻ പി ചേക്കുട്ടിയുണ്ട്, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് അനിൽ ബോസും ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ എൻ പി ചേക്കുട്ടി, ശ്രീ വി പി മുസ്തഫ ഈ ചർച്ചയിൽ പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും വ്യക്തതയായിരിക്കുന്നു. ഇനി എന്തെങ്കിലും വ്യക്തത ആവശ്യമാണെങ്കിൽ അത് വരുത്തേണ്ടത് ദ ഹിന്ദു ദിനപത്രമാണ്. ആ ഏജൻസി ആരാണ്? ആ ഏജൻസിയുടെ പേരിൽ ഈ വിവരങ്ങൾ ദ ഹിന്ദു ദിനപത്രത്തെ തെറ്റിദ്ധരിപ്പിച്ച് നൽകിയത് ആരാണ്? മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മുഴുവൻ കാര്യങ്ങളിലും വ്യക്തത വരുത്തി എന്നാണോ താങ്കളുടെയും നിരീക്ഷണം? ശ്രീ എൻ പി ചേക്കുട്ടി. അല്ല, ഒന്നാമത്തെ കാര്യം, ഹിന്ദു പത്രത്തിൻ്റെ പത്രാധിപര് ഇന്നലത്തെ അവരുടെ പത്രത്തിൽ വളരെ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഹിന്ദു പത്രം എന്ന് പറയുന്നത് 150 കൊല്ലത്തിലേറെ പഴക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പത്രങ്ങളിലൊന്നാണ്. അതിൻ്റെ പത്രാധിപർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ പദവിയാണ്. അപ്പോൾ ആ പത്രാധിപർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരിക്കലും സത്യസന്ധമല്ലാത്ത ഒരു കാര്യം പറയില്ല. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ നടത്താനായിട്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ സമീപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഹിന്ദുവിൻ്റെ ലേഖിക മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയുടെ കൂടെ 2 PR ഏജൻസിയുടെ 2 പേരുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലാണ്ട് ലേഖിയുടെ കൂടെ പിന്നെ ഇവരുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നില്ല. ലേഖികയ്ക്ക് PR ഏജൻസിയിലെ കൊണ്ടു നടക്കുന്ന പണിയുമില്ല. ഒരു പത്രവും അങ്ങനെ PR ഏജൻസിയിലെ കൊണ്ട് നടക്കുന്ന ഇടപാടുമില്ല. രണ്ടാമത്തെ കാര്യം, ദി ഹിന്ദു പത്രം എന്നല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരു പത്രവും ഒരു രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി PR ഏജൻസി അപ്രോച്ച് ചെയ്യില്ല. കാരണം PR ഏജൻസി വഴിയല്ല അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാം. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടോ രാഷ്ട്രീയ നേതാവിനോടോ നമുക്ക് ഇൻ്റർവ്യൂ നടത്തണമെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസിൽ വിളിച്ച് ആവശ്യപ്പെടാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആവശ്യപ്പെടാം, മുഖ്യമന്ത്രിയുടെ PR മാധ്യമ ഉപദേഷ്ടാക്കളോട് ആവശ്യപ്പെടാം. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതിന് പകരം വഴിയെ പോകുന്ന PR ഏജൻസിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഹിന്ദുവിനില്ല, ഒരു പത്രത്തിനുമില്ല. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ 2 വിദ്വാന്മാർ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് മുഖ്യമന്ത്രിയാണ് വിശദീകരിക്കുന്നത്. നമുക്കെങ്ങനെ അറിയാൻ പറ്റും? മുഖ്യമന്ത്രിയും ഈ PR ഏജൻസിക്കാരും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് മുഖ്യമന്ത്രിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം അതിന് ഹിന്ദു പത്രം വിശദീകരിക്കണം എന്ന് പറഞ്ഞാൽ ഹിന്ദു പത്രം എവിടുന്ന് വിശദീകരിക്കാനാണ്? ഹിന്ദു പത്രത്തിന് ബന്ധമില്ലാത്തൊരു വിഷയമാണിത്. മാത്രമല്ല, പത്രങ്ങൾ തമ്മിലുള്ള തർക്കം എന്നാണ് അദ്ദേഹം പറയുന്നത്. പത്രങ്ങൾ തമ്മിൽ എന്ത് തർക്കം ഇതിനകത്തുള്ളത്? പത്രങ്ങൾ തമ്മിൽ ഒരു തർക്കവുമില്ല. ഹിന്ദുവായിട്ട് ഇവിടെ ആരും ഒരു യുദ്ധത്തിനും പോയിട്ടില്ല. ഹിന്ദു പത്രത്തിൻ്റെ വഴിക്ക് പത്രപ്രവർത്തനം നടത്തുന്നു, ബാക്കിയുള്ള ആളുകൾ അവരുടെ വഴിക്ക് പത്രപ്രവർത്തനം നടത്തുന്നു. അവർ തമ്മിൽ ഒരു തർക്കവും ഇപ്പം ഇല്ല. അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ട് നിലപാടെടുക്കണം. തനിക്ക് ഈ ഏജൻസിയുമായിട്ടുള്ള ബന്ധമെന്ന് അദ്ദേഹം തുറന്നു പറയണം. ആ ഏജൻസിക്ക് വേണ്ടി വന്ന കക്ഷികൾ ഒരാളെ അദ്ദേഹത്തിന് പരിചയമുണ്ടെന്ന് അറിയുന്നു, മറ്റേ ആളുമായിട്ടുള്ള പരിചയം എന്താണെന്ന് പറയുന്നത് എന്താ തർക്കമുള്ളത്? അത് ഞങ്ങൾ പിന്നെ കാശ് കൊടുത്ത് ഏർപ്പാട് ചെയ്താണ് അത് പറയണം. അങ്ങനെ പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? മുഖ്യമന്ത്രിയോ സർക്കാരോ സ്വകാര്യ ഏജൻസികളോ ഉപയോഗിക്കുന്നതിൽ പിന്നെ ഞാൻ കുറ്റമൊന്നും കാണില്ല. നേരത്തെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇടപെടലിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പ്രതിനിധി എന്ന നിലയിലല്ല, വർഷങ്ങളായി ബന്ധമുള്ള ഒരു CPM നേതാവിന്റെ മകൻ എന്ന നിലയിലും കാലങ്ങളായി പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഇന്ത്യക്ക് പുറത്ത് ഇത്തരം അഭിമുഖങ്ങളിൽ ഈ സാധാരണ നിലയിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന അനുഭവത്തിനെയും ഒക്കെ പുറത്ത് സംഭവിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറയുന്നത് എന്നെ ഡാമേജ് ചെയ്യാൻ ശ്രമിക്കുന്നു, എനിക്ക് ഡാമേജ് ഉണ്ടാക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്, ആ മോഹത്തോടെ നിൽക്ക് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഡാമേജ് വരുത്താൻ പറ്റുന്ന വ്യക്തിത്വമല്ല എൻ്റേതെന്നത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു PR ഏജൻസിയെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഹിന്ദുവിൻ്റെ വിശദീകരണത്തിൽ പറയുന്ന PR ഏജൻസിയെ പറ്റി എനിക്കറിയില്ല. ഹിന്ദു മാന്യമായ ഖേദപ്രകടനം നടത്തിയതിനാൽ ഹിന്ദുവിനെതിരെ നിയമ നടപടിക്കില്ല എന്നാണ്. അതായത് മാന്യമായ ഖേദപ്രകടനത്തിന്റെ കാര്യത്തിൽ അവ്യക്തതകൾ ബാക്കി നിൽക്കുന്ന ഈ വിവാദത്തിൽ ഇനിയൊരു നിയമ നടപടി ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അപ്പോഴും പ്രശ്നം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ആര് എങ്ങനെ ഇതിനകത്ത് നുഴഞ്ഞു കയറിയെന്ന്.
അപ്പോൾ ആ കാര്യത്തിലുള്ള അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദു വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾ ആരും ഏർപ്പാട് ചെയ്തിട്ടില്ല. ഞങ്ങളോട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പിന്നെ സൗകര്യമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് PR ഏജൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PR ഏജൻസിയുടെ ആളാണോ ഈ പറഞ്ഞ രണ്ടുപേരും? അല്ല, അതിൽ ഒരാൾ PR ഏജൻസിയുടെ ആളും രണ്ടാമത്തെ ആൾ വേറെ ആരുടെയോ ആളുമാണെന്ന് അതൊന്നും നമുക്കറിയില്ല. അതൊക്കെ അന്വേഷിക്കേണ്ടതും അതിന് നിവൃത്തി വരുത്തേണ്ടതും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസുമാണ്. അവർക്ക് അതിന് സംവിധാനം ഉണ്ടല്ലോ. മുഖ്യമന്ത്രി ആരെങ്കിലും വിഡ്ഢിവേഷം കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സംഭവിച്ചു നോക്കാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിന് പോലീസ് സംവിധാനമുണ്ട്, ഇന്റലിജൻസ് സംവിധാനമുണ്ട്, PRD സംവിധാനമുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് കേരളീയ സമൂഹത്തോട് പറയേണ്ടതാണ്. ആരെങ്കിലും അദ്ദേഹത്തെ പറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയെടുക്കണം. അത് രണ്ടാമത്തെ ഒരു വിഷയം. ഹിന്ദു എന്തിനാണ് പിന്നെ ഖേദം പ്രകടിപ്പിച്ചത്? അത് നമ്മൾ ശ്രദ്ധിക്കണം. ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂവിൽ പറയാത്തൊരു കാര്യം പിന്നീട് കൂട്ടിച്ചേർത്തത് തിരിച്ച് ചോദിക്കണമായിരുന്നു. അത് ക്രോസ് ചെക്ക് ചെയ്യാതെ പബ്ലിഷ് ചെയ്തുള്ളതാണ് ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അത് അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം വരാനിടയായതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലാണ്ട് PR ഏജൻസിയുടെ വിഷയത്തിലല്ല. അത് യഥാർത്ഥത്തിൽ PR ഏജൻസിയുടെ ഇടപെടൽ മൂലമാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദു നടത്തിയതെങ്കിൽ ആ PR ഏജൻസിയിലെ ഒരു പ്രതിനിധി രേഖാമൂലം ആവശ്യപ്പെട്ടതനുസരിച്ച് ഇങ്ങനെ ഒരു ഉള്ളടക്കം അവരുടെ അഭിമുഖത്തിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അവർ നേരത്തെ തന്നെ ഈ ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയും ഈ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണോ എന്ന കാര്യം ദ ഹിന്ദു പോലൊരു ദേശീയ ദിനപത്രം സ്വാഭാവികമായി ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടാകില്ലേ? അങ്ങനെ അല്ലാതെ ഒരു PR ഏജൻസി വഴി മുഖ്യമന്ത്രിയുടെ അഭിമുഖം എന്നതിലേക്ക് ഇത് ഹിന്ദു പോലെ ഒരു പത്രം കടക്കുമോ? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അല്ല, ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഹിന്ദുവിൻ്റെ ആളോട് പറയുന്നു മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ നടത്തി തരാമെന്ന്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം മായാജാലൊന്നുമല്ലല്ലോ, മുഖ്യമന്ത്രി തന്നെയാണല്ലോ ഇന്റർവ്യൂവിന് ഇരുന്ന് കൊടുത്തത്. അപ്പം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുവും മുഖ്യമന്ത്രിയും ഈ ഏജൻസിയും നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, അവർ അറേഞ്ച് ചെയ്തു എന്നല്ലേ അർത്ഥം. അല്ലെ മുഖ്യമന്ത്രി അവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള പ്രശ്നം മുഖ്യമന്ത്രിയും PR ഏജൻസിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വഭാവം എന്ത് എന്ന് അവരാ വിശദീകരിക്കേണ്ടത്. ഹിന്ദുവിന് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? ഹിന്ദു ആ കാര്യത്തിൽ തങ്ങൾക്ക് പറ്റിയൊരു തെറ്റ് ക്രോസ് ചെക്ക് ചെയ്യാതെ ഈ രണ്ടുപേരി ചേർത്തു, അത് തെറ്റായിരുന്നു എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നത് ഒരു മാന്യമായ പത്രപ്രവർത്തന രീതിയാണ്. അതിനപ്പുറം അവരൊന്നും ചെയ്തിട്ടില്ല. അവർ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തുണ്ടായ പിഴവ് ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ്. അത് തിരുത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ്, അല്ലെങ്കിൽ ഹിന്ദു പത്രമല്ല. ചർച്ചയിലേക്ക് വീണ്ടും അഡ്വക്കേറ്റ് അനിൽ ബോസ്. PR ഏജൻസി ആണെങ്കിലും PV അൻവർ ആണെങ്കിലും പൂരമാണെങ്കിലും മുഖ്യമന്ത്രി ഇന്ന് നൽകിയിട്ടുള്ള വിശദീകരണങ്ങളിൽ പ്രതിപക്ഷത്തിന് തൃപ്തി കിട്ടാത്ത ഭാഗങ്ങൾ, വ്യക്തത കിട്ടാത്ത ഭാഗങ്ങൾ എന്താണ്? ഗോപകൃഷ്ണ, ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയെ വിട്ടേക്ക്, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ വിട്ടേക്ക്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തുന്ന പത്രസമ്മേളനങ്ങളിലേക്ക് മറ്റൊരാൾക്ക് ചുമ്മാതെ കയറി ചെല്ലാൻ പറ്റുമോ? മുഖ്യമന്ത്രിയെ കാണാൻ വന്ന് ഒരു വിദ്യാർത്ഥി തൻ്റെ മൊബൈൽ വെച്ചൊരു സെൽഫി എടുക്കാൻ ശ്രമിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമുക്കറിയാമല്ലോ. അറിയാത്തൊരു കുട്ടി വന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ആട്ടി ഓടിക്കുന്ന രീതിയിൽ പെരുമാറിയത് നിങ്ങൾക്കറിയാമല്ലോ. മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ മുറിക്കകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം എടുത്ത സമീപനം നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ എല്ലാ കാര്യത്തിലും നിയന്ത്രണമുള്ള മുഖ്യമന്ത്രി ഇത്രയും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു പത്രം, നമുക്കിഷ്ടമുണ്ടാകാം, ഇഷ്ടമില്ലായിരിക്കും, പക്ഷേ ഹിന്ദു പത്രം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. അവിടെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ വഴിപോക്കരായിട്ടുള്ള ആരെങ്കിലും കയറിയിരുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുക? ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പറയുന്നു TK ദേവകുമാറിൻ്റെ മകൻ, CPM നേതാവിൻ്റെ മകൻ വന്നു എന്നതാണ് മറ്റൊരു വിശദീകരണം. അങ്ങനെ ഏതെങ്കിലും CPM നേതാക്കളുടെ മക്കൾ കൂടെ ഇരുന്ന് തീരുമാനിക്കേണ്ടതാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം? മുഖ്യമന്ത്രി എന്ത് പറയണമെന്ന് പാർട്ടി സഖാക്കളുടെ മക്കളാണോ തീരുമാനിക്കുന്നത്? അങ്ങനെയാണോ? ഹിന്ദു പത്രത്തിൻ്റെ വിശദീകരണം ഒരു PR ഏജൻസി, കൈസൺ എന്ന് പറയുന്ന PR ഏജൻസി വഴിയാണ് ഇൻ്റർവ്യൂ വന്നതെന്നാണ്. അത് അദ്ദേഹം തുറന്ന് സമ്മതിച്ചുകൊണ്ട് എനിക്ക് തെറ്റുപറ്റി, ഞാനൊരു ഏജൻസിയെ വിശ്വസിച്ചേൽപ്പിച്ചു, ആ ഏജൻസിയുടെ വഴിയിൽ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു പിഴവുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഇതിനേക്കാൾ എത്രയോ അന്തസ്സുണ്ട്, എത്രയോ മാന്യതയുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഭയം നോടുന്നയാളല്ല, അദ്ദേഹം സത്യസന്ധമായി ജനങ്ങളോട് സമ്മതിക്കുന്ന ആളാണെന്ന് നമുക്ക് തോന്നില്ലേ? ഇത് കേസൺ എഴുതി കൊടുക്കുന്നത് തന്നെയല്ലേ, ആ PR ഏജൻസി പറയുന്നത് തന്നെയല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു വാർത്ത വരുന്നു,
2 ദിവസം എടുത്തു CPM സഖാക്കൾക്ക് ക്യാപ്സൂൾ പരുവത്തിൽ എന്തു പറയണം എന്നറിയാൻ. ഉടനെ പറഞ്ഞു പ്രസ് സെക്രട്ടറി PM മനോജ് കത്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ പറയാത്ത കാര്യമാണ്, മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ്. ഉടനെ 2 ദിവസം എത്തിയപ്പോൾ ആ കത്ത് വെച്ചിട്ടുള്ളതായി ചർച്ച. പിന്നെയും 4 ദിവസം എടുക്കുന്നു മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്താൻ. എന്നിട്ടും അദ്ദേഹത്തിന് അറിയില്ല, കൂടെ കയറിയിരുന്ന ഒരാളെ അറിയില്ല, ഒരാളെ പരിചയമുണ്ടത് പാർട്ടി. എന്ത് വിരോധാഭാസമാണ് ഗോപികൃഷ്ണൻ. നമ്മൾ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പൊട്ടന്മാരാണെന്നാണോ അദ്ദേഹം ധരിക്കുന്നത്? അദ്ദേഹം പൂരം കലക്കലിനെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞില്ലെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. പൂരം കലക്കൽ നടന്നു എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു, രാത്രി വൈകി ഇത് സംഭവിച്ചു എന്ന് അറിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നില്ലേ? ഇന്നലെ വരെ പറയാത്തതല്ലേ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പ്രഥമ ദൃഷ്ട്യാ ഈ സംഭവം ഉണ്ടായപ്പോൾ അറിഞ്ഞിരുന്നു. അദ്ദേഹം ഒരാഴ്ചക്കകം ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് ഒരാഴ്ചക്കകം വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരാഴ്ചക്കകമോ ഒരു മാസത്തിനകമോ ഒരു റിപ്പോർട്ട് എടുക്കാൻ അതിന് പറ്റിയില്ല? അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്ന സ്ഥലത്ത്, അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് പ്രതികരിക്കാൻ കഴിയൂ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം അറിഞ്ഞിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തലാണ് ഇന്നത്തെ പത്രസമ്മേളനം. സംശയമുണ്ടോ ഗോപികൃഷ്ണൻ? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് എങ്ങനെ? നമ്മൾ പത്രങ്ങളിൽ ഭരണകക്ഷിയായാലും പ്രതിപക്ഷ കക്ഷിയായാലും നേതാക്കൾ പത്രസമ്മേളനം നടത്തും. സ്കൂപ്പ് വാർത്തകളല്ല. ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്നറിയാൻ സാധിച്ചു എന്ന് പറയുന്നതും ഉന്നയിക്കുകയാണ് ഞാൻ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷത്തെ അംഗങ്ങൾ എത്രയോ പേർ അതിശക്തമായി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് എത്രയോ ആക്ഷേപങ്ങൾ നിരവധി തവണ വന്നു ഗോപികൃഷ്ണ. ഇതാർക്കാണ് അറിയാത്തത്? സഹികെട്ട് പൊറുതിമുട്ടി തന്നെ, അതായത് മുഖ്യമന്ത്രിയെ പിതൃതുല്യം കണ്ട ഭരണകക്ഷിയുടെ MLA അടക്കം പുറത്തു വന്നിട്ട് ADGPക്കെതിരെ പറയുന്നു. ADGPക്കെതിരെ എത്ര അന്വേഷണം നടക്കുന്നുണ്ട്? 6ലധികം അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ആ 6ലധികം അന്വേഷണങ്ങൾ പൂരം കലക്കൽ തൊട്ട് സ്വർണ്ണക്കടത്ത് തൊട്ട് വിവിധങ്ങളായിട്ടുള്ള 6ലധികം അന്വേഷണം നേരിടുന്ന ADGPയെ മാറ്റാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വൈമുഖ്യം കാണിക്കുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയണമോ വേണ്ടയോ? മറ്റൊന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം വരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ആരോപണം വന്നില്ലേ? ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് വന്നില്ലേ? അദ്ദേഹം ജയിലിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ഓഫീസ് ദുരുപയോഗം ചെയ്തതിൻ്റെ പേരിൽ നിരവധി ആളുകളെ ചോദ്യം ചെയ്തില്ലേ? നിരവധി തവണ വളരെ ക്രൂരമായ അന്വേഷണത്തിന് വിധേയമായി പല ആളുകൾക്കും ജയിലിൽ പോകേണ്ടി വന്നിട്ടില്ലേ? ഇപ്പോഴും BJPയുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്നത് കൊണ്ട് അന്വേഷണം പാതി വഴിയിൽ നിൽക്കുന്നു എന്നൊഴിച്ചാൽ ഏതെങ്കിലും കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെയോ ഇവരാരും കുറ്റം ചെയ്തിട്ടില്ല. ഇവർക്കെതിരെ ആർക്കും കേസ് വേണ്ട. ഇവിടെ സ്വർണ്ണക്കടത്ത് നടന്നിട്ടില്ല, ബിരിയാണി ചെമ്പിൻ്റെ ഇഷ്യൂ ഇല്ല, ഇങ്ങനൊരു പ്രശ്നവുമില്ല എന്ന് ഏതെങ്കിലും ഏജൻസി ഇവർക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ? കേസ് അവസാനിച്ചിട്ടുണ്ടോ ഗോപികൃഷ്ണൻ? അപ്പം മുഖ്യമന്ത്രി പറയുകയാണ്, എൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, അദ്ദേഹത്തെ CPM സംസ്ഥാന കമ്മിറ്റി അംഗമെന്നുള്ള നിലയിൽ പാർട്ടി തീരുമാനിച്ച് ചുമതലപ്പെടുത്തിയാണ്, അദ്ദേഹത്തെ എനിക്കും എൻ്റെ പാർട്ടിക്കും വിശ്വാസമാണ്. ഇദ്ദേഹം മാത്രം അങ്ങ് വിശ്വസിച്ചാൽ മതിയോ? ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർക്കെതിരെ ആർക്കും കുഴപ്പമില്ല. മകൾക്കെതിരെ ആരോപണം വന്നപ്പോൾ അദ്ദേഹം പറയുന്നു എൻ്റെ മകളാണ്, ഒരു കുഴപ്പമില്ല, മകൾ ക്ലീനാണ്. മരുമകനെതിരെ ആരോപണം വന്നാൽ മരുമകൻ ക്ലീനാണ്. അമ്മായിയപ്പനെതിരെ വന്നാൽ അത് ക്ലീനാണ്. ഇതൊക്കെ കൊടുക്കാൻ ഇയാൾ ആരാണ്? എല്ലാ ആദരവും മുഖ്യമന്ത്രി പദത്തോടുള്ളപ്പോഴും ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ പറയാൻ, ഇത്രയും നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കാൻ ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത അഭിപ്രായം പറയുന്നത് വരെ അൻവർ കണ്ണിലുണ്ണിയായിരുന്നില്ലേ? ആ അൻവറിനെതിരെ ദുസൂചന വെച്ച് അദ്ദേഹം കള്ളക്കടത്തുകാരനാണെന്ന് ചിത്രീകരിക്കാൻ ഇദ്ദേഹത്തിനെതിരെ നിലപാടെടുത്തു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ പറയാൻ, കള്ളക്കടത്തുകാരനെ ആരോപിക്കാൻ മുഖ്യമന്ത്രിക്ക് ഒരു മടിയും ഉണ്ടായില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് മടിയുണ്ടായോ? ഇത് വെള്ളരിക്കപ്പെട്ടണമൊന്നുമല്ല, പഴയ കാലവുമല്ല. പണ്ടാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഹിന്ദു പത്രത്തിൽ വന്നതിനെ കുറിച്ചാണല്ലോ ഇവിടെ ചർച്ച ഗോപികൃഷ്ണ. ഇവർക്കെതിരെ സംസാരിക്കുന്ന അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് വന്നില്ലേ? എന്താ ഇവർ ചെയ്യുന്നത് എന്താ? ദേശാഭിമാനി പത്രത്തിൻ്റെ ചുമതലക്കാരനെ അന്വേഷിച്ച് നടപടിയെടുത്ത് പുറത്തു നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന പാർട്ടി, സ്വന്തം പാർട്ടി പത്രത്തിൽ സ്വന്തം പാർട്ടിക്ക് അനുകൂലമായി നിന്ന ഭരണകക്ഷി MLA സ്വന്തം സർക്കാരിനെതിരെ പറയുന്നത് ദേശാഭിമാനി പത്രത്തിൽ ഫ്രണ്ട് പേജ് വന്നു. എന്താണ് PP മുസ്തഫയ്ക്ക് പറയാനുള്ളത്? സ്വന്തം പാർട്ടിയുടെ പത്രത്തിലല്ലേ വന്നത്? നിങ്ങളുടെ പാർട്ടി മുഖപത്രമല്ലേ അല്ലേ? അപ്പം സ്വന്തം പാർട്ടി പത്രത്തിൽ പോലും മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം അച്ചടിച്ച് വരണമെങ്കിൽ
ഈ പാർട്ടി എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ശരി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം CPM എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ ഞങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഗോപികൃഷ്ണൻ. പക്ഷേ ഞങ്ങൾ CPM എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തെ അല്ലല്ലോ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്, ഞങ്ങൾ വിമർശിക്കുന്നത്. ആണോ? ഞങ്ങൾ വിമർശിക്കുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ജനകീയ അടിത്തറയിൽ, ആ മുന്നണിയുടെ ജനകീയ അടിത്തറയിൽ, LDFന്റെ ജനകീയ അടിത്തറയിൽ വന്നൊരു ഗവൺമെൻറ് ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 4-5 ആളുകളും അവരുടെ പാർശ്വത്രികളും അവരുടെ കുടുംബക്കാരുമായിട്ടുള്ള ആളുകൾ കൂടിയിരുന്ന് ആലോചിച്ച് അവർക്ക് ലാഭമുള്ള കച്ചവടം ഉറപ്പിക്കുന്നത് കാണുമ്പോൾ അതിനല്ലേ ഞങ്ങൾ വിമർശിക്കുന്നത്. ശരി ശരി അഡ്വക്കേറ്റ്, കേരളത്തിലെ ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ VPP മുസ്തഫ, ഈ PR ഏജൻസിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരും എന്ത് നിലപാട് സ്വീകരിക്കണം, എന്തുകൊണ്ടാണ് സർക്കാർ അന്വേഷിക്കേണ്ടത് എന്ന് താങ്കൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു? അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ആ ആവശ്യം അവിടെ നിൽക്കുന്നതെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ. പിന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന റിപ്പോർട്ട് വന്ന ശേഷം ഇപ്പോൾ ആ കാര്യം പരിശോധിക്കാൻ DGP ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴും സംരക്ഷണ വലയത്തിൽ തന്നെയാണ് ADGP ഉള്ളത്. RSS നേതാക്കളെ കണ്ട കാര്യത്തിൽ ഒന്നടങ്കം ഈ ADGPയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു, മുന്നണിക്കകത്തുനിന്ന് പോലും എതിർ ശബ്ദങ്ങൾ ഉണ്ടായിട്ടും. അപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകാത്ത, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാത്ത ചില നിഗൂഢമായ താല്പര്യങ്ങൾ ഈ ഓരോ നടപടിക്ക് പിന്നിലും മറഞ്ഞിരിക്കുന്നില്ലേ എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് സർക്കാർ ഈ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന ഓരോരോ സമീപനവും. അതിനെക്കുറിച്ചാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ് ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത്. ഗോപികൃഷ്ണനും അനിൽ ബോസും നിങ്ങൾക്ക് ബോധ്യമാകാത്ത കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. കേരളീയ സമൂഹത്തിന് ആ പ്രശ്നമില്ല. നമ്മളിവിടെ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗോൾ പോസ്റ്റുകൾ മാറ്റി പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ചർച്ച ഇപ്പൊ ഈ ഏറ്റവും ഒടുവിലത്തെ 3-4 ദിവസത്തെ ചർച്ച ആരംഭിക്കുന്നത് ഹിന്ദു പത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ വെച്ചിട്ട് അതില് മലപ്പുറത്തെ കുറിച്ച് നടത്തിയ പരാമർശം, ന്യൂനപക്ഷ സമുദായങ്ങളെ കുറിച്ച് പരാമർശം നടത്തി എന്നെല്ലാം പറഞ്ഞ് ആദ്യത്തെ ദിവസത്തെ ചർച്ച അതായിരുന്നു. എന്നാൽ അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് വന്നപ്പോൾ പിന്നെ PR ഏജൻസിയിലേക്ക് കയറി പിടിച്ചു. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി, 1 മണിക്കൂർ നടത്തി. ഏത് PR ഏജൻസിയാണ് അറേഞ്ച് ചെയ്തത്? അങ്ങനെ അറേഞ്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് 24 ന്യൂസിന്റെ റിപ്പോർട്ടർ അവിടെ പങ്കെടുത്തല്ലോ, ലേഖകർ പങ്കെടുത്തല്ലോ. അവര് മുഖ്യമന്ത്രിയോട് ചോദ്യം ഉന്നയിച്ചല്ലോ. അവര് ചോദ്യം ഉന്നയിച്ചത് ഏത് PR ഏജൻസിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ആ ചോദ്യങ്ങൾ ന്യൂസിൽ തന്നിട്ടുള്ളത്? ഇങ്ങനെ ഈ ചോദ്യങ്ങളായിരിക്കണം ഇന്ന് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കേണ്ടത്. ഞങ്ങളാണ് ഈ വാർത്താ സമ്മേളനം അറേഞ്ച് ചെയ്യുന്നത്. ഇന്നേ വരെ ഈ 8 വർഷമായുള്ള മുഖ്യമന്ത്രി കസേരയിൽ അദ്ദേഹം നിരവധി വാർത്താ സമ്മേളനങ്ങൾ നടത്തിയല്ലോ. ഏതെങ്കിലും PR ഏജൻസി ഇടപെട്ട് ഇതാ മുഖ്യമന്ത്രിയോട് ഇന്ന ചോദ്യങ്ങൾ എന്ന് മാത്രമല്ല, ഇന്ന് തന്നെ നിങ്ങൾ നോക്കൂ, ഇന്ന് ആ മാധ്യമ പ്രവർത്തകരെല്ലാം കൂട്ടം ചേർന്ന് അവിടെ ഒരുതരം ബഹളം സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്താൻ പോലുമുള്ള ശ്രമമല്ലേ നടത്തിയത്. എന്നിട്ട് പോലും മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? നിങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ ബഹളം വെക്കരുത്. 2-3 തവണ അദ്ദേഹത്തിന് പറയേണ്ടി വന്നില്ല. അപ്പൊ എവിടെയാണ് അങ്ങനെ ഒരു PR ഏജൻസി ഉള്ളത്? അപ്പൊ സങ്കല്പത്തിലുള്ള ഒരു PR ഏജൻസിയെ വെച്ചിട്ട് അതിനെ തപ്പുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പണിയല്ല. അല്ല ശ്രീ VPP മുസ്തഫ, ഒന്നാമത് ഈ മാധ്യമങ്ങൾ ബഹളം വെച്ചു, അത് മുഖ്യമന്ത്രി അദ്ദേഹം അതിനകത്ത് ഇടപെട്ടു എന്നതൊക്കെ നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നുള്ള ഒരു ഡീവിയേഷനാണ്. ഞാൻ അതിലേക്ക് വീഴില്ല, താങ്കൾ അതിനു വേണ്ടി ശ്രമിക്കേണ്ട. രണ്ടാമത്തെ കാര്യം, ഒറ്റ കാര്യമുള്ളൂ ശ്രീ VPP മുസ്തഫ നമുക്കിടയിൽ പറയേണ്ടത്. അതായത് എന്തുകൊണ്ടാണ്, ഒരു സെക്കൻഡ് ശ്രീ അനിൽ ബോസ്, അതായത് മുഖ്യമന്ത്രി പറയാത്ത, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തുന്ന, സർക്കാരിനെ അപകടപ്പെടുത്തുന്ന അതീവ സെൻസിറ്റീവായ ഒരു കോണ്ടന്റ് അതെങ്ങനെയാണ് ദ ഹിന്ദു പോലെയുള്ള ദേശീയ ദിനപത്രത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിന്റെ ഭാഗമായി വന്നത് എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു മാറുന്നത്? ഇനി സർക്കാർ പറഞ്ഞതുപോലെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള വൈമുഖ്യം എന്തിന്? ലളിതമായ ചോദ്യം, നേരെയുള്ള ഉത്തരം, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അനുബോസെ, ഇത് മുഖ്യമന്ത്രിയുടെ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഏതിലാ? ഹിന്ദു പത്രത്തിൽ. ഹിന്ദു പത്രത്തോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിനുള്ള പ്രതിഷേധം അറിയിച്ചു. അവർ നിരുപാധികം അത് തെറ്റാണെന്ന് പറഞ്ഞു. അവരത് കൃത്യമായിട്ട് സമ്മതിച്ചു. ആ അധ്യായം അവിടെ തീർന്നില്ലേ? പിന്നെയുള്ള പ്രശ്നം എന്താ? ഇനിയിപ്പോ ഈ പറയുന്ന സുബ്രഹ്മണ്യൻ, ശ്രീ ദേവകുമാറിന്റെ മകൻ, തീർന്നു എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ് ഞാൻ പറഞ്ഞോട്ടെ.
ഇദ്ദേഹം ഈ സുബ്രഹ്മണ്യനാണല്ലോ മുഖ്യമന്ത്രിയെ സമീപിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം ഏജൻസിയുടെ ആളായിട്ടോ മറ്റോ അല്ല സമീപിച്ചിട്ടുള്ളത്. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, നേരത്തെ അറിയാവുന്ന ഒരാൾ അങ്ങനെ വന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ സമ്മതിച്ചതാണ്. അയാളാണ് ഏജൻസി എന്നുള്ള നിലയിൽ ഹിന്ദു പത്രവുമായിട്ട് ഇടപാട് നടത്തിയിട്ടുള്ളതെങ്കിൽ അവരത് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ദീർഘമായ ഒരു കത്ത് കൊടുത്തിരിക്കുകയല്ലേ. അതിന് രേഖാമൂലം മറുപടി തന്നാൽ അത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് പരിശോധനയാകാം. മാധ്യമ വിചാരണ പാടില്ല എന്ന് അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് എനിക്കങ്ങനെ യാതൊരു ആഗ്രഹമില്ല. പക്ഷെ നിങ്ങളല്ലേ മാറ്റുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ വയനാട് സംഭവത്തെ സംബന്ധിച്ച്, ദുരന്തത്തെ സംബന്ധിച്ച് എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും വായിച്ചാൽ അറിയാത്തവരാണോ മാധ്യമപ്രവർത്തകർ? അല്ലല്ലോ. അല്ല, ശ്രീ വി പി പി മുസ്തഫ നോക്കൂ, ഇതാണ് അതായത് എ എന്ന കാര്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ബി എന്ന അല്ലല്ല ശ്രീ വി പി മുസ്തഫ, ഇത് വളരെ നോക്കൂ ശ്രീ വി പി മുസ്തഫ, നമ്മൾ ഒന്നാമത്തെ കാര്യം കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് നമ്മൾ കരുതരുത്. എ എന്ന കാര്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ബി എന്ന കാര്യം എടുത്ത് പറഞ്ഞുകൊണ്ട് എയുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതി നമുക്കിടയിൽ വേണ്ട. കാരണം വളരെ പ്രബുദ്ധരായിട്ടുള്ള ബോധമുള്ള ജനങ്ങളാണ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങൾ വിചാരണ ചെയ്യുന്നു, അവർ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നു, അവർ പാർട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നു.